ചന്തുവോ ആ ബാപ്പുട്ടി ഒരു 11 മണിയാകുമ്പോഴേക്കും വണ്ടിയായിട്ട് വരും. അണ്ണന്മാരോടൊരു 50 കെട്ട് ചീരേ പിഴുത് കെട്ടി വെക്കാൻ പറ. കാശൊന്നും മേടിക്കണ്ട, കാശ് ഞാൻ മാർക്കറ്റ് പോയിട്ട് മേടിച്ചോളാം കേട്ടോ. അപ്പം പറഞ്ഞാൽ മതി. വെച്ചോ. ആരുടെ ഇത്? ഇതിൽ കാശൊക്കെ ഉണ്ടല്ലോ. പാവം ആരാണാവോ? ഇനി നിന്റെ അമ്മായിയമ്മ എന്നാടി ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? ഇനി കാർന്നോരായിട്ട് തല്ലു പിടിച്ചാൽ ഇങ്ങോട്ട് കെട്ടിയെടുക്കും, ഇവിടുത്തെ സമാധാനം കളയാൻ വേണ്ടി. അവിടെ തല്ലു പിടിച്ച് ഇങ്ങോട്ട് വരും, ഇവിടെ തല്ലു പിടിച്ച് അങ്ങോട്ട് പോകും. വല്ലാത്തൊരു തള്ള. ഇവിടെ തല്ലു പിടിക്കുന്ന കാര്യമൊന്നും അമ്മ പറയണ്ട. അമ്മേനെയും കനകനെയും പേടിയില്ലാത്തോണ്ടാ തള്ള ഇവിടെ കിടന്ന് ഈ ചന്ദ്രഹാസം മുഴുവൻ നടക്കുന്നത്. ഇത് ഞാനിപ്പൊ പറയട്ടെ, നമ്മുടെ ഈ കുടുംബത്തിനൊരു മഹിമയില്ലേ, അത് നമുക്ക് കളഞ്ഞു വിളിക്കാൻ പറ്റും. പിന്നെ മഹിമ അവരെന്നെ പന്ത് തട്ടണ പോലെ ഇട്ട് തട്ടണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടോ? തേച്ചാലും കുളിച്ചാലും പോത്തില്ല. അയ്യോ, അപ്പൊ നിന്റെ അച്ഛനോ? എന്റെ അച്ഛൻ കാര്യമുള്ള കാര്യത്തിന് മാത്രമേ പറയൂ. എന്റെ അമ്മയമ്മയും കാര്യമുള്ള കാര്യത്തിന് തന്നെ പറയൂ. അയ്യോ അങ്ങനെ നീ പറയൊന്നും വേണ്ട. ഒന്ന് അടങ്ങി സത്യമല്ലോ. സദ്യ ഉണ്ടെങ്കിലേ പച്ചക്കറി കൂടാതെ പിന്നെ 4-3-7 മലക്കറിയുടെ മുമ്പിൽ 40 പേരും ഇരിക്കുന്നു. അതിനുള്ള ജോലിയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ പൊന്നെ ക്ലീറ്റസ്, നിനക്ക് ഈ തിന്നുക കക്കൂസി പോകാം, തിന്നുക കക്കൂസി പോകാം, ഈ ഒരൊറ്റ ജോലിയുള്ള സത്യത്തില്. അമ്മ, ഞാനെന്ന് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങൾക്കും സമാധാനം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ്. മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള പ്രമുഖരായ നേതാക്കന്മാർക്ക് പല കാര്യങ്ങളുടെയും തീരുമാനം എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ആ സ്ഥലം. എന്നിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്ത് ഇന്നത്തെ തീരുമാനം, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോണില്ല, ഇവിടെ തന്നെ കാണും. നല്ല തീരുമാനം. ക്ലീറ്റസ് ഇന്നെങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് കക്കൂസി പോലുള്ള തീരുമാനം. ഇവിടെ ഇരുന്നാലും പുറത്തു പോയാലും സംഗതിയൊക്കെ ഒരുപോലല്ലേ അമ്മേ? ഇവിടെ ഇരുന്ന വീട്ടിലുള്ള എന്തെങ്കിലും നശിപ്പിക്കും, പുറത്തിറങ്ങിയ പൊതുമുതൽ നശിപ്പിക്കും. അതെ, കൂടുതൽ വളവള പറയില്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് എന്റെ രാഷ്ട്രീയ ഭാവി ഇവിടെ നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ ചേച്ചിന്റെ അവിടെ അത് ശരി. അവിടെ വാതിലും തുറന്ന് മലത്തിട്ട് രണ്ടാളും ഇവിടെ വന്നിരിക്കുക. അല്ല, അവിടുത്തെ രത്നമാണല്ലോ ഇവിടെ ഇരിക്കണേ, പിന്നെ അവിടെ വേറെ ഒന്നും ഇല്ലല്ലോ. ഇതെന്താണ്? ചീരകൃഷിയൊക്കെ കഴിഞ്ഞപ്പോ കാശ് പേഴ്സിലൊക്കെ ആയി. കണക്ക് നോക്കാൻ ആള് വേണോ? അതെ, ഒരു 2000 എനിക്ക് തരാനില്ല. 4, 5, 6, 7, 7,500. എനിക്കൊരു 500. എന്തിനെ? അതെ, ഒരു 1000 കടി അമ്മ കടമായിട്ട് തരുമോ? അല്ല, അപ്പൊ അതൊക്കെ ഇത് 3000 രൂപ, അവക്കൊരു 500. നിങ്ങൾക്കാ? അതെ, അന്യന്റെ കാശ് മോഹിക്കരുത് കേട്ടോ. അമ്മാവൻ എപ്പോഴാ അമ്മാവൻ ഞങ്ങൾക്ക് അന്യനാണ്? അങ്ങനെ കാണല്ലേ, നമ്മളൊക്കെ സ്വന്തം അല്ലേ അമ്മ. എടാ, ഇതിപ്പോ ഞാൻ വരണ വഴിക്കാ പോസ്റ്റ് ഓഫീസിന്റെ റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാ. അത് ആരുടെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ കളഞ്ഞിട്ടിയ പൈസ. പാവ എത്ര കാശ് പോയതിന്റെ വിഷമം നമുക്ക് പറഞ്ഞറിയാം. ഇപ്പോഴേ ഇത് പേഴ്സ് കണ്ടിട്ട് എനിക്ക് പരിചയമുള്ള ആരുടെയോ പേഴ്സാണ്. പിന്നെ പെണ്ണുങ്ങളുടെ പേഴ്സാ. നിങ്ങൾ എന്താ പെണ്ണുങ്ങളുടെ കയ്യിലോട്ട് പഞ്ചായത്തിൽ, നമ്മുടെ പഞ്ചായത്തിലുള്ള പെണ്ണുങ്ങളെയൊക്കെ എനിക്ക് എല്ലാവരും അറിയാലോ. അവരുടെ ഇത് എന്ത് സംശയം? കമ്മൽ. സ്വർണത്തിന്റെ ആണ്. ആ പൈസ ഇതിനകത്ത് വെക്ക് നിങ്ങൾ പേഴ്സ്. ഞാൻ ആളെ കണ്ടെത്തി കൊണ്ട് കൊടുക്കാന്നേ. വേണ്ട, എനിക്ക് കിട്ടിയതല്ലേ, ഞാൻ കൊടുക്കാറ്. എനിക്ക് കൊടുക്കാറിയാ. കഷ്ടമാണ് കേട്ടാ. ചില്ലറ പൈസ ഒക്കെ കിട്ടാ. എന്തിനിപ്പോ അതൊക്കെ നോക്കണേ? നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പൈസ നിങ്ങൾ പേഴ്സ് വെച്ചിട്ട് നമുക്കത് ഉചിതം. ഇതേ ഒരു ഫോട്ടോ ഉണ്ട് ഇതിനകത്ത്. ഫോട്ടോ ഉണ്ടോ? നോക്കട്ടെ. കിട്ടിപ്പോയി, ആളെ കിട്ടിപ്പോയി. അതെ, ഇത് പിന്നെ പേര് സുഭാഷിണി. നമ്മുടെ വിറക് കട നടത്തുന്ന രാധാകൃഷ്ണന്റെ ഭാര്യയാണ്. ഞങ്ങള് വലിയ കൂട്ടാ. അതെ, ഞാൻ കൊണ്ട് കൊടുക്കാം. പേഴ്സ് അതിനകത്ത് നിങ്ങൾക്ക് അറിഞ്ഞോട്ടെ. നീ ഇവിടെ ഉള്ള ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഈ ഫോട്ടോയുടെ പുറകിൽ ഒരു ഫോൺ നമ്പർ ഉണ്ട്. ഫോൺ നമ്പർ
എന്താ പറഞ്ഞ പേരെന്താ പറഞ്ഞത്? സുഭാഷിണി. സുഭാഷിണി. ഞാൻ കൊണ്ട് കൊടുക്കാം, ഇത് വിളിക്കണ്ട. വേണ്ട, ഒന്ന് വിളിച്ചു നോക്കാലോ. വിളിച്ചു നോക്കാലോ. പാവം കാശ് കാണാണ്ടാകെ വിഷമിച്ചിരിക്കും. എനിക്കറിയാം. ആയിക്കോട്ടെ, ഞാൻ ഞങ്ങൾക്ക് അറിയില്ലെന്ന് കൊടുത്തിട്ട് പറഞ്ഞില്ലല്ലോ. ഒരു നല്ല കാര്യം ഞാൻ സമ്മതിക്കാം. ഹലോ, ഇതേ വർഗച്ചോടം നടത്തുന്ന രാധാകൃഷ്ണന്റെ ഭാര്യ സുഭാഷിണി അല്ലേ? അല്ലേ? ഹലോ, നിങ്ങളുടെ പേരെന്താ? സുമ. അല്ല, നിങ്ങളുടെ എന്തെങ്കിലും കാണാതെ പോവേ കളഞ്ഞു പോവേ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാ. അതെ അതെ, കാശൊക്കെ ഉണ്ടായില്ല. അത് തന്നെ. ഇപ്പൊ ഞാൻ വിളിച്ച നമ്പറില്ലേ, ആ നമ്പർ, അത് എന്റെ ഫോൺ നമ്പറാ. അതിലേക്ക് വിളിച്ചാൽ മതി. അതായത് ഇങ്ങോട്ട് ഇന്ന് ഒഴിവുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ അടുത്താ വീട്. അതെയോ? അപ്പൊ എപ്പോഴാ വരിക? കുഴപ്പമില്ല, പേഴ്സിന്റെ ഉണ്ടാവും കേട്ടാ. വന്നാ മതി, വന്ന് വിളിച്ചാ മതി, ഞാൻ തരാം. ശരി. അഴകേശൻ. അതെ. ആ കുട്ടി ഷൊർണൂര് പോയിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞേ വരൂ. അപ്പൊ വരുമ്പോ മേടിച്ചോളാന്ന്. ഇതൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പാവട്ടോ, അതിന് സമാധാനായി. പൈസ കാണാതെ വിഷമിച്ചിട്ടുണ്ടാവും. ചായ കുടിക്കുന്നു. നമുക്ക് ചായ കുടിച്ചിട്ട് വേണ്ടേ? ഇനി 2 ദിവസം വരെ നമ്മൾ കാത്തു വെക്കണം. അമ്മാവ, 2 ദിവസം കഴിഞ്ഞല്ലേ കുട്ടി വരുള്ളൂ? അതെ. ആ പൈസ ഒരു 2 ദിവസത്തെ മറപ്പിന് തരുമോ? അമ്മ, നമ്മുടെ ഒരു 500-ന് ചില്ലറ എടുക്കാൻ കാണുമോ അമ്മ? ചില 500-ൻ്റെ എടുത്തോണ്ട് വാ. 500-ൻ്റെ നോട്ട് എടുത്തോണ്ട് വാ, അപ്പൊ തരാൻ ചില്ലറ. അനുഭവങ്ങൾ പാളിച്ചകൾ. ഒരു ആവശ്യം ഉണ്ടായിട്ടൊന്നായിരിക്കില്ല. ചുമ്മാ കടം ചോദിക്കുന്ന ഇപ്പൊ ഒരു ശീലമായിട്ട് മാറി. ഒരു നേരം പോക്ക് കിട്ടി പോയി. കിട്ടൂലെന്ന് അറിഞ്ഞ തന്നെ ചോദിക്കണേ. ഇതാണ് സ്വഭാവം. എന്തോ ചെയ്യാനാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയയുടെ അമ്മച്ചിയും എനിക്ക് കാണുന്നുണ്ട്. എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം? ഹലോ, ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. ആര്? സുമേ? ആ